ഇന്ന് പി വി അൻവറിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു. ഈ അൻവറിന് പി ശശി അയക്കുന്ന 4ാമത്തെ വക്കീൽ നോട്ടീസാണിത്. ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശമാണ് ഈ നോട്ടീസിന് ആധാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ താൻ അഴിമതി ആരോപണം ഉന്നയിച്ചത് പി ശശി പറഞ്ഞിട്ടാണ്, അദ്ദേഹമാണ് ഇതിനുള്ള കാര്യങ്ങളെല്ലാം നൽകിയത് എന്നായിരുന്നു പി വി അൻവറിൻ്റെ പ്രയോഗം. ടെലിഫോണിൽ ഷബീദ് റാവുത്തറുണ്ട്. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദ്, ശരിക്കും 4ാമത്തെ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ വിവാദ തുടർച്ചയിൽ പി വി അൻവറിനെതിരെ പി ശശി അയക്കുന്ന 4ാമത്തെ വക്കീൽ നോട്ടീസ്. ഓരോ വിവാദങ്ങൾക്ക് പിന്നാലെയും പി വി അൻവർ ഉന്നയിക്കുന്ന ഓരോ ആരോപണത്തിന് പിന്നാലെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി ശശി പറഞ്ഞതാണ്. അതിപ്പോഴും തുടരുന്നു. ഇന്നലെ ഈ രാജിപ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പി വി അൻവർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം രാജി പ്രഖ്യാപിച്ചതിനു ശേഷം മുഖ്യമന്ത്രിക്കെതിരെയും പി ശശിക്കെതിരെയും വീണ്ടും ആരോപണം ഉന്നയിച്ചിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അഴിമതി ആരോപണം, സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പണം കൊണ്ടുവന്നു, കണ്ടെയ്നർ ലോറിയിൽ പണം കൊണ്ടുവന്നു എന്നുള്ള അഴിമതി ആരോപണം സഭയ്ക്കുള്ളിൽ ഉന്നയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതും തനിക്ക് എഴുതി നൽകിയതും പി ശശി എന്നായിരുന്നു പി വി അൻവർ ഇന്നലെ വ്യക്തമാക്കിയ കാര്യം. ഇതിനെതിരെയാണ് ഇപ്പോൾ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്, ഇത് പിൻവലിക്കണം, മാപ്പ് പറയണം എന്നടക്കമുള്ള ആവശ്യം ആ വക്കീൽ നോട്ടീസിലുണ്ട്. ഏതായാലും പി വി അൻവറിനെതിരെയുള്ള CPM-ന്റെ രാഷ്ട്രീയ യുദ്ധം, പി വി അൻവർ അദ്ദേഹം വ്യക്തിപരമായി നടത്തുന്ന നിയമയുദ്ധങ്ങളും അതിനിയും തുടരുമെന്നുള്ള കാര്യം ഉറപ്പായി. SK. ഓക്കെ, താങ്ക് യു.